എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. നമ്മൾ പല ആളുകളും ചില ചിന്തകൾ, ഒരു ആവശ്യമില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ചെയ്യാത്ത ചില ചിന്തകൾ കൊണ്ടു നടക്കും. അത് നമ്മുടെ മനസ്സിന്റെ ഭാരം വർദ്ധിപ്പിക്കുകയും നമുക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറിയ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു സന്യാസി വര്യനും അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടി ഒരു യാത്ര പോവുകയാണ്. ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുഴ കിടക്കണം. അങ്ങനെ ഈ പുഴ കിടക്കുന്ന നേരത്ത് പുഴ കിടക്കാൻ വേണ്ടി അവിടെ ഒരു തോണിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ തോണിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തോണി തുഴയാൻ വേണ്ടി ഉണ്ടായിരുന്നത് അതിസുന്ദരിയായ ഒരു യുവതിയാണ്. അങ്ങനെ ഇവർ തോണിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഈ ഗുരുവിന് ഒരുപാട് പ്രായമായിട്ടുണ്ട്. ഗുരുവിനെ ഈ സുന്ദരിയായ തോണിക്കാരി കയ്യിൽ പിടിച്ച് തോണിയിലേക്ക് കയറ്റുകയും തോണി പടിയിൽ കൊണ്ട് ഇരുത്തുകയൊക്കെ ചെയ്തു. ശിഷ്യനാകട്ടെ തനിയെ തോണിയിലേക്ക് കയറി തോണിയിലിരിക്കുകയും അവർ ഈ തോണിയിലൂടെ അപ്പുറത്തേക്ക് പുഴ കടന്നു പോവുകയും ചെയ്തു. ഇറങ്ങാൻ സമയത്തും ഈ തോണിക്കാരി, ആലോചിക്കണം, അതിസുന്ദരിയായ യുവതിയാണ് തോണിക്കാരി. ഈ തോണിക്കാരി ഈ ഗുരുവിനെ കൈപിടിച്ച് തോണിയിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുകയും അത് കഴിഞ്ഞ് അവർ തോണിയിൽ നിന്ന് ഇറങ്ങി യാത്ര തുടരുകയും ചെയ്തു. ഈ യാത്ര കുറേ ദൂരം പുറകിലേക്ക് പോയി. കുറേ ദൂരം പിന്നിട്ടതിന് ശേഷം ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കാണ്, അങ്ങയെ ആ യുവതിയായ തോണിക്കാരി കൈ പിടിച്ച് തോണിയിലേക്ക് കയറ്റുകയും പിന്നീട് ഇറങ്ങാൻ സമയത്ത് കൈ പിടിച്ച് ഇറക്കുകയൊക്കെ ചെയ്യും. അങ്ങക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഈ ഗുരു ശിഷ്യനോട് ചോദിച്ചത്, ഞാൻ തോണിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആ യുവതിയുടെ കയ്യിൽ നിന്നും പിടിവിട്ടതാണ്. നീ ഇതുവരേക്കും ആ പിടി വിട്ടിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. ഇതേപോലെയാണ് നമ്മുടെ പലരുടെയും മനസ്സ്. നമുക്ക് ഒരു ആവശ്യവുമില്ലാത്ത, ഒരു പ്രയോജനവും ചെയ്യാത്ത ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് നമ്മൾക്ക് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ മറ്റ് ചിന്തകളെ, നമുക്ക് പോസിറ്റീവായ ചിന്തകൾ ഉണർന്നു വരുന്നതിൽ നിന്നും നമ്മൾ ഒഴിവാക്കി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തോണി ഇറങ്ങിക്കഴിഞ്ഞാൽ തോണിക്കാരിയുടെ കയ്യിൽ നിന്ന് ഉടനെ തന്നെ പിടിവിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.